ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാല ഞാൻ എടുത്തു തരാം, പക്ഷെ കൃത്യമായിട്ട് തിരികെ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. പറ്റുമോ? ഓ, ഞാൻ ഏൽപ്പിച്ചോളാം. ഈ തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾക്ക് തറവാട്ട് ആഭരണം എന്ന് വെച്ചാ ഒരഭിമാനമാ. അതുകൊണ്ടാ. സുമിത്രേ, ഒന്നിങ്ങ് വന്നേ. അമ്മേ, എന്താ അമ്മേ, എന്താ അമ്മേ, എന്തു പറ്റി? ആഭരണങ്ങൾ വെച്ചിരുന്ന പെട്ടി ഇതിനകത്ത് കാണുന്നില്ല. കാണുന്നില്ലേ? അമ്മ ഇങ്ങോട്ട് മാറിയേ. അയ്യോ, എന്റെ ഈശ്വരാ, എന്തായി പറയുന്നേ? ദൈവമേ, എത്ര വിലപിടിപ്പുള്ള ആഭരണങ്ങളാ! ഇത് ആരെടുത്തോണ്ട് പോയേ? നന്ദേട്ടാ, ഉദയേട്ടാ, ഒന്ന് പെട്ടെന്ന് വാ. അതെ, അമ്മയുടെ ആഭരണങ്ങൾ കാണാനില്ല. എന്താ? അതെ, അമ്മ അലമാരി വെച്ച ആഭരണങ്ങൾ കാണാനില്ല. അമ്മ ഇനി പൂജാമുറിയിൽ എങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും അനക്കിയിട്ടില്ല. ഇനിയിപ്പം കള്ളന്മാരാരെങ്കിലും കയറി എടുത്തോണ്ട് പോയതാവൂ. നമ്മളൊക്കെ ഇവിടെ ഉള്ളതല്ലേ, അതിലിടെ ഏത് കള്ളനാ മുറിക്കകത്ത് കയറുന്നേ? അതൊന്നും പറയാൻ പറ്റില്ലല്ലോ നന്ദേട്ടാ. കള്ളന്മാർക്ക് കാവലൊന്നും പ്രശ്നമല്ലല്ലോ. ഇതിനകത്ത് തന്നെ ഉണ്ടാവുമെന്ന്. നിർമ്മലേ, നീ എല്ലായിടത്തും ഒന്ന് നോക്കിയേ. ആഭരണങ്ങൾ എന്തായാലും ഈ മുറിയിലില്ല, അത് ഉറപ്പാ. എങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ള ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ഈ വീട്ടിലുള്ളവരെല്ലാം ഇവിടെ നിൽക്കുമല്ലേ, പിന്നെ ആരോട് ചോദിക്കാനാ? അല്ല, ഇനിയിപ്പോ ആ മാണിക്കുഞ്ഞെങ്ങാനും എടുത്തിട്ടുണ്ടാവോ? അമ്മായി, അതെ, ഇന്നലെ രാത്രി ആ മാണിക്കുഞ്ഞി മുറിയിലേക്ക് കേറിപ്പോന്ന് ഞാൻ കണ്ടായിരുന്നു. എന്തിനാ ഏതിനാന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. എന്താ ഈ പറയുന്നേ? മാണിക്കുഞ്ഞിനെ എങ്ങനെയാ സംശയിക്കുക? നമ്മുടെ കുടുംബത്തിനോട് ഇത്ര ആത്മാർത്ഥതയുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ആത്മാർത്ഥതയുടെ കണക്കൊന്നും സുമിത്ര പറയണ്ട. കൈ കിട്ടിയാലേ കോടികളാ, കോടികള്. അതാർക്കെങ്കിലും സഹിക്കോ? എന്താ അമ്മയുടെ ഉദ്ദേശം? പറഞ്ഞു പറഞ്ഞ് കള്ളൻ എന്നുള്ള പേര് മാണിക്കുഞ്ഞൻ ഉണ്ടാക്കാനാണോ?